ഒരു കാര്യം നമ്മൾ തിരുത്തേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, വെറും കേൾവി മാത്രമല്ല, വായിക്കുന്ന സ്വഭാവം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊണ്ടുവരണം. വായിച്ചാലേ ഒരു കാര്യം ശരിക്കും മനസ്സിൽ ഒതുങ്ങി പഠിച്ചു പോകാൻ കഴിയൂ. അതൊന്നും നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ മാത്രമല്ല, മൊത്തത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. ഈ മണ്ഡലം ക്യാമ്പിൽ വന്ന ഒരു കുട്ടി പോലും നമ്മുടെ വീട്ടിൽ നമ്മുടെ നേർപ്പദത്തിന്റെ ഒരു കോപ്പി ഇല്ലാത്ത ഒരാളുണ്ടാവാൻ പാടില്ല. അത് സഹോദരിമാരൊക്കെ ഇപ്പോൾ ക്വിസ് മത്സരം പ്രഖ്യാപിച്ച് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നത് വെച്ചാൽ എവിടെ വായിക്കാൻ ആളില്ല എന്ന്. വായിക്കാൻ ആളില്ല എന്ന് ആരാണോ പറയുന്നത് അയാളാണ് ഒന്നാമതായി വായിക്കേണ്ട ആൾ. അതതിനുള്ള മറുപടി. അതുപോലെ തന്നെ സമയമില്ല എന്ന് പറയുന്നതും ഒട്ടും ശരിയല്ല. എത്രയോ യൂട്യൂബിൽ ആവശ്യമില്ലാത്തത് കാണാൻ സമയം ചെലവഴിക്കുന്നവരാണ് ആഴ്ചയിൽ ഒരു 1.5 മണിക്കൂർ ഇത് വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, അതൊക്കെ പൈശാചികമായ ദുർന്യായങ്ങളാണ്. ആ ദുർന്യായങ്ങൾ മാറ്റിവെച്ച് നമ്മൾ അത്തരം ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ നമ്മളെ വീട്ടിൽ വരുത്തി അത് വായിച്ച് മുന്നോട്ട് പോകണം. എന്നാലേ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ആ വായനയിൽ നമ്മൾ ഒരിക്കലും പിറകോട്ട് നിൽക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്.